ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 192 കിട്ടും. ക്ലിയർ ആണോ നോക്കാം? യെസ്, ശരിയാണോ? 192 ആണ്. ഓക്കെ, ശരിയാണ്. സോ ഇതാണ് എന്ത്? ഇതാണ് നമ്മുടെ പുതിയ റേഷ്യോ. അപ്പോൾ നിങ്ങൾക്ക് റേഷ്യോസ് കമ്പൈൻ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് കമ്പൈൻ ചെയ്യാൻ പറഞ്ഞ് ചില സമയത്ത് അവർ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കും, ചില സമയത്ത് കമ്പൈൻ ചെയ്യാൻ പറഞ്ഞ് ക്വസ്റ്റ്യൻസ് ചോദിക്കില്ല, അങ്ങനെ ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കില്ല. പക്ഷെ നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില സിറ്റുവേഷൻസിൽ നമുക്കിങ്ങനെ റേഷ്യോസ് കമ്പൈൻ ചെയ്യാനുണ്ടാവും. സോ അങ്ങനെ റേഷ്യോസ് നമുക്ക് കമ്പൈൻ ചെയ്യാനുണ്ടെങ്കിൽ അത്തരം സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ക്ലിയർ ആയല്ലോ? യെസ്. യെസ്, അപ്പോൾ ഇതുവരെ മനസ്സിലായല്ലോ. ഇനി ചില സമയത്ത് നിങ്ങൾക്ക് റേഷ്യോസ് തരുമ്പം അവർ ഫ്രാക്ഷൻസ് തരും. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ A:B:C = 1/2 5:3 6:5 ഇങ്ങനെ അവർ റേഷ്യോസ് തരും. അപ്പോൾ നമ്മൾ കാൽക്കുലേഷൻസ് ചെയ്യുന്ന സമയത്ത് ഫ്രാക്ഷൻസ് ആണെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ? നമുക്ക് റേഷ്യോസ് അവർ തരുമ്പം ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാൽക്കുലേഷൻസ് ചെയ്യാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ഫ്രാക്ഷൻസിന് നമ്മൾ ഹോൾ നമ്പേഴ്സ് ആക്കും. അപ്പോൾ നമ്മൾ എങ്ങനെ ഹോൾ നമ്പേഴ്സ് ആക്കും എന്ന് ചോദിച്ചാൽ ഇവിടെ നമ്മൾ ആദ്യം നമ്മുടെ ഡിനോമിനേറ്റർ ചെക്ക് ചെയ്യും. നമ്മുടെ ഡിനോമിനേറ്ററിൽ 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്. ആയിതർ നമ്മൾ ഈ തൊട്ട് മുമ്പ് നമ്മുടെ റേഷ്യോസ് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഒന്നെങ്കിൽ ആ രണ്ട് വാല്യൂസിൻ്റെ കോമൺ ആയ അതിൻ്റെ ആ രണ്ട് വാല്യൂസിൻ്റെ LCM എടുക്കാം, അല്ലെങ്കിൽ അവരെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അതേപോലെയാണ് ഇവിടെ ഒന്നെങ്കിൽ 2, 3, 5 ഈ 3 വാല്യൂസിൻ്റെ LCM. ചില വാല്യൂസിൻ്റെ LCM കണ്ടുപിടിക്കാൻ നമ്മളത് മൂന്നിൻ്റെയും പ്രോഡക്റ്റ് കാണാനുണ്ടാവും. നമ്മൾ LCMൻ്റെ കാര്യത്തിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ്. രണ്ട് നമ്പേഴ്സിൻ്റെ LCM കാണുമ്പോൾ എങ്ങനെയാണ്, രണ്ടോ മൂന്നോ നമ്പേഴ്സിൻ്റെ LCM കാണുമ്പോൾ എങ്ങനെയാണ് കോമൺ ആയിട്ട് എന്താ പറയുക ഏതെങ്കിലും, അതായത് രണ്ടും ഈവൻ നമ്പേഴ്സ് ആണ് അല്ലെങ്കിൽ രണ്ടിനും എന്തെങ്കിലും കോമൺ ഫാക്ടർ ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ